ഗൈസ് ഫൈനലി സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കണ്ടു. ഒറ്റവാക്ക് പറഞ്ഞ കിടു പടം എന്നെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്തു. ഇതിന് മുൻപുള്ള സ്പൈഡർമാൻ സീരീസിനെ പോലെ തന്നെ ഇതെനിക്ക് ടോപ്പ് ലിസ്റ്റിൽ തന്നെ വെക്കാവുന്ന ഒരു പടമായിരുന്നു. ഐ തിങ്ക് ആഫ്റ്റർ എ ലോങ് ടൈം എനിക്ക് തോന്നുന്നു സ്പൈഡർമാൻ നോ വേ ഹോം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ സ്ട്രേഞ്ച് ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് ഒക്കെ കഴിഞ്ഞിട്ട് മാർവലിന്റെ സൈഡിൽ നിന്നും ഒരു തിയേറ്ററിക്കലി ഒരു നല്ല സാധനം വന്നിരുന്നില്ല. പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. ലോക്കി സീരീസ് അല്ല, സീരീസ് വൈസ് അല്ല ഞാൻ പറയണത്, ഞാൻ തിയേറ്ററിക്കലി വന്ന സാധനങ്ങളെ കുറിച്ചാണ് പറയണത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മാർവലിന്റെ അടുത്ത് വന്ന, അതായത് നോവേ ഹോം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു നല്ല മൂവി ആയിട്ട് തന്നെ ബ്രാൻഡ് ന്യൂ ഡേ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഓഫ് കോഴ്സ് അതില് സ്പൈഡർമാൻ നോവേ ഹോം ചിലപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞു വെച്ചാൽ ഇത്രയും കൂടി ടോപ്പ് ലിസ്റ്റിൽ ഏറ്റവും ആദ്യം കടക്കുന്ന ഒരു സാധനമായി മാറും. അതിന് പ്രത്യേകിച്ച് റീസൺ ഉണ്ടല്ലോ. അതില് MJ മറക്കുന്നു, എല്ലാവരും ആ യൂണിവേഴ്സ് മൊത്തത്തിൽ സ്പൈഡർമാൻ ഉണ്ട്, അല്ലെങ്കിൽ പീറ്റർ പാർക്കർ ആണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യം മറക്കുന്നു. അങ്ങനെ ഒരു ഇമോഷണൽ സാധനം അതിൽ വരും കൊണ്ട് തന്നെ നമുക്ക് നോവേ ഹോമിനായിട്ട് ഒരു ഇമോഷണലി ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അത് എപ്പോഴും ഒരു ടോപ്പ് ലിസ്റ്റിൽ ഏറ്റവും മുകളിലായിട്ട് അത് കിടക്കാൻ കാരണം. ബ്രാൻഡ് ന്യൂ ഡേക്ക് വരുമ്പോൾ ഇതിൽ ഇമോഷണലി കുറെ സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹൾക്ക് ഉണ്ട്, ബ്ലാക്ക് വിഡോ, അങ്ങനെ പനീഷർ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ക്യാരക്ടേഴ്സും അതിലുണ്ട്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ്, അവര് ചെയ്തിട്ടുള്ള ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഓരോ സംഭവങ്ങള്, അവരുള്ള കോൺഫ്ലിക്ട്സ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. എന്തായാലും ഒരു നല്ലൊരു തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യേണ്ട ഒരു മൂവിയാണ്. ഞാൻ 3D ആണ് കണ്ടത്. പേഴ്സണലി എനിക്ക് 3D ഇഷ്ടമല്ല, എങ്കിലും ഇത് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഈ എക്സ്പീരിയൻസ് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. നോവേ ഹോം ഒക്കെ കാണാൻ പോയ സമയത്ത് 3D എനിക്ക് ഭയങ്കര അരോചകമായിട്ടാണ് തോന്നിയിരുന്നത്. എങ്കിലും ഇപ്രാവശ്യം എനിക്ക് ഓക്കെ ഇഷ്ടപ്പെട്ടു. അപ്പൊ നല്ലൊരു തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യുക. തീർച്ചയായും കണ്ടിരിക്കേണ്ട മൂവിയാണ്. തിയേറ്ററിക്കലി തന്നെ ഇത് വാച്ച് ചെയ്തിരിക്കേണ്ട ഒരു മൂവിയാണ്. പിന്നെ ഇതില് പോസ്റ്റ് ക്രെഡിറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ, ഞാൻ അപ്പോഴേ പറയണു. അത് കുറെ നേരം കുത്തിയിരിക്കണം എന്നുള്ള സംഭവമൊന്നുമില്ല. ആസ് യൂഷ്വൽ നടക്കാറുള്ള പോസ്റ്റ് ക്രെഡിറ്റ്സ് ഇതിലില്ല. ദ സ്പൈഡർമാൻ വിൽ റിട്ടേൺസ് എന്നുള്ള ഒറ്റ വാക്കിൽ അതങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുത്തിയിരുന്നത് മൊത്തം കാണണമെന്നില്ല. പിന്നെ താല്പര്യമുള്ളവർക്ക് കാണാം. പിന്നെ ഫാൻസിന് വേണ്ടിയിട്ടുള്ള, അതായത് സ്പൈഡർമാൻ ഫാൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഈ സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം എൻജോയബിൾ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അപ്പൊ തീർച്ചയായിട്ടും വാച്ച് ചെയ്യാം. ഓക്കെ, ബൈ.